എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം മാങ്ങയുടെയൊക്കെ സീസണാണല്ലോ. മിക്ക വീടുകളിലും ഈ സീസൺ കഴിയുന്നവരെ മാങ്ങ കൊണ്ടുള്ള പലതരത്തിലുള്ള കറികളായിരിക്കും എല്ലാവരും ഉണ്ടാക്കുക. എങ്കിൽ മാങ്ങയുടെ സീസൺ കഴിയുമ്പോൾ മാങ്ങ കിട്ടാനും വഴിയില്ല. അഥവാ കിട്ടിയാൽ തന്നെ നമുക്ക് മാർക്കറ്റിലൊക്കെ 10ഉം 15ഉം രൂപയൊക്കെ ഒരു മാങ്ങയ്ക്ക് തന്നെ വില കൊടുത്ത് വാങ്ങിക്കേണ്ട അവസ്ഥ വരെ വന്നിട്ടുണ്ടാവും. എന്നാൽ ഈ സീസണിലെ മാങ്ങ ഇതുപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ 12 മാസവും നല്ല പച്ച മാങ്ങ നമുക്ക് ഉപയോഗിക്കാനാവും കേട്ടോ. നമ്മൾ ചക്കയായാലും ചക്കപ്പഴമാണേലും ഒക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടുണ്ട് അല്ലേ. പക്ഷേ പച്ചമാങ്ങ അങ്ങനെ ആരും സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കണ്ടിട്ടില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ മാങ്ങയല്ലേ, മാങ്ങ പെട്ടെന്ന് ചീത്തയായി പോകും. അതുപോലെ തന്നെ കളർ വ്യത്യാസം വരും. അരിഞ്ഞ് വെക്കുമ്പോൾ തന്നെ ഇതിനൊരു കറ പോലെ കളറ് മാറി വരുന്നുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയുള്ളൊരു ഡൗട്ട് ഉള്ളത് കൊണ്ടാണ് എല്ലാവരും അങ്ങനെ ചെയ്യാൻ മടിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ കഴിഞ്ഞ വർഷം ഇതുപോലെ തന്നെ മാങ്ങ ഞാൻ അരിഞ്ഞ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഫ്രീസറിൽ. പക്ഷേ ഒരു കേടും ഉണ്ടായിരുന്നില്ല. നല്ല ഫ്രഷോടുകൂടി തന്നെ ഞാൻ എപ്പോഴും മാങ്ങ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ കറികൾക്കൊക്കെ. അതുപോലെയാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. നമ്മൾ ചെയ്യേണ്ട വിധത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് ഫ്രഷോട് കൂടി തന്നെ നമുക്ക് കിട്ടും. കാരണം മാങ്ങ നന്നായിട്ട് കഴുകി അതിലെ വെള്ളം എല്ലാം നമ്മൾ തുടച്ചെടുക്കണം. തുടച്ചെടുത്തതിന് ശേഷം ഉപ്പിട്ട് നല്ലതുപോലെ മാങ്ങയിലെല്ലാം പിടിച്ചതിന് ശേഷം, പിടിക്കാനായിട്ട് ഒരുപാട് നേരം വെക്കേണ്ട, നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതുപോലെ ഒരു കവറിനകത്താക്കി ഫ്രീസറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും മാങ്ങ നമുക്ക് ഉപയോഗിക്കാനായിട്ട് നമുക്ക് കിട്ടും. കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കേടും സംഭവിക്കത്തില്ല. ചീഞ്ഞ് പോവുകയോ അല്ലെങ്കിൽ കളർ വ്യത്യാസം വരികയോ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. ഇതുപോലെ ചെയ്ത് വെക്കണം നിങ്ങൾ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ മാങ്ങയ്ക്കൊന്നും ഒരു ക്ഷാമവും ഉണ്ടാവില്ല. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്. നമുക്ക് ഇതുപോലെ ഒരുപാട് മാങ്ങയൊക്കെ കിട്ടുന്ന സമയത്ത് വേറെ രൂപത്തിലും നമുക്കിതുപോലെ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും. അത് ഞാൻ നിങ്ങളെ കാണിക്കാം. ഞാനിപ്പോൾ ഈ സ്റ്റോർ ചെയ്തതിൻ്റെ ബാക്കിയാണ് കേട്ടോ ഈ മാങ്ങ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേറൊരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, മാങ്ങ നമ്മളെപ്പോഴും അരിഞ്ഞ് കഴിഞ്ഞിട്ട് ഉപ്പിട്ടതിന് ശേഷം വെക്കാൻ പാടില്ല. വെച്ച് കഴിഞ്ഞാൽ ഇതിൽ രണ്ട് സൈഡിലും കറുത്ത് വരും. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാ മാങ്ങയിലും ഇല്ല. കാരണം മേളിൽ നിന്നൊക്കെ ചതഞ്ഞൊക്കെ ഇല്ലേ കിട്ടുക, നിലത്ത് വീണ് ചതഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മളിതുപോലെ അരിഞ്ഞിട്ട് കുറേ നേരം വെച്ച് കഴിഞ്ഞാൽ ഇത് കറുത്ത് വരും, ഇതിൻ്റെ സൈഡൊക്കെ കറുത്തിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നല്ല രാവിലെയൊക്കെ ആണെങ്കിൽ ഇതുപോലെ അരിഞ്ഞിട്ട് നല്ല വെയിലത്ത് വെച്ചാൽ അതങ്ങ് മാറിക്കിട്ടും. അപ്പോൾ അതുപോലെയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ പോകുന്നത്. അരിഞ്ഞതിന് ശേഷം വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്തതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കുന്നത്. ശരിക്കും ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, പകുതിയേ ഉണങ്ങിയിട്ടുള്ളൂ. നന്നായിട്ട് ഉണങ്ങണം. ഒരു 10-20 മാങ്ങയുടെയാണ് ഇപ്പം ഞാൻ എടുത്തത്. അപ്പോൾ ഇത് ഉണങ്ങി വരുന്തോറും ഇത് ചുരുങ്ങി വരും. അപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ ഉണങ്ങി വരുമ്പോൾ. ഇതുപോലെ നമ്മൾ ഉണക്കി നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കാലം ഉണ്ടാവും. എത്ര വർഷം വേണേലും ഇങ്ങനെ ഇരിക്കും. ഇതിൽ മുളകും മഞ്ഞളും കൂടി ചേർത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് തിരുമ്മി വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കാവുന്നതുമാണ് കേട്ടോ. പല രൂപത്തിലും എടുക്കാം. ഞാനിപ്പോൾ വെറും ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ 2 ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മാങ്ങയൊക്കെ ഒരുപാട് കിട്ടുമ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാനിതാ ഫ്രീസറിൽ ഞാൻ വെച്ചതാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. ചക്കപ്പഴവും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. 1 വർഷം പഴക്കമുള്ള ചക്കപ്പഴമാണ്. അപ്പോൾ മാങ്ങയും ചക്കയും ഒക്കെ ഒരുപാട് കിട്ടുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ഒന്ന് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അതൊരു ഉപകാരമായിരിക്കും. ഇനി നമുക്ക് അടുത്ത ടിപ്സിലേക്ക് പോകാം. മിക്കവർക്കും ഒരു പ്രശ്നമായി തന്നെ മാറിയിരിക്കുകയാണ് മുടിയുടെ നര എന്ന് പറയുന്നത്. പല വിധത്തിലുള്ള ഹെയർ ഡൈകളാണ് ഓരോ ദിവസവും വിപണികളിൽ എത്തുന്നത്. പലരും ഹെയർ ഡൈകൾ പല രൂപത്തിൽ നാച്ചുറലായിട്ട് തന്നെ തയ്യാറാക്കുന്നുണ്ടെങ്കിൽ പോലും ചിലർക്ക് നന്നായിട്ട് തന്നെ ഹെയറിൽ പിടിക്കുന്നുണ്ട്. ചിലർക്ക് പിടിക്കാത്തതിൻ്റെ കാരണം അവർ ചെയ്യുന്നതിൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിച്ചു പോകുന്നത്. ഇന്ന് നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ മുടിയിൽ തന്നെ ഞാൻ ഉണ്ടാക്കിയ ഈ ഡൈ തേച്ചതിന് ശേഷം 1 മണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് ശേഷം വാഷ് ചെയ്ത് കാണിക്കാം. മിക്കവർക്കും നെറ്റിയിലും തലയുടെ നടുഭാഗത്തുമാണ് നര വരാറ്. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ദിവസവും മുടി വളരുന്നത് കൊണ്ടാണ് ഇങ്ങനെ നമ്മൾ വെളുത്ത മുടി കാണുന്നത്. ഡൈ അടിച്ച ആ കറുപ്പ് ആ മുടി മാറില്ല. പക്ഷേ ഇത് തലയോട്ടിയിൽ നിന്നും മുടി വളരുമ്പോൾ അത് പുതിയ മുടിയാണ് നരയായി വരുന്നത്. അല്ലാതെ ഡൈ ചെയ്ത മുടി അങ്ങനെ പെട്ടെന്നൊന്നും വെളുക്കാറില്ല.
അപ്പം നമുക്ക് ഈ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഞാനിവിടെ കുറച്ച് കൊച്ചങ്ങയാണ് എടുത്തിട്ടുള്ളത്. തെങ്ങിൽ നിന്ന് വീഴുന്ന കൊച്ചങ്ങയാണ്. എല്ലാവർക്കും ഒരു ഡൗട്ട് തോന്നാം, ഈ കൊച്ചങ്ങയിൽ നിന്ന് എങ്ങനെ നമുക്കൊരു ഹെയർ ഡൈ തയ്യാറാക്കാമെന്നുള്ളത്. ഒട്ടും സംശയിക്കേണ്ട കേട്ടോ. നമുക്ക് സൂപ്പറായിട്ടുള്ളൊരു നല്ലൊരു ഹെയർ ഡൈ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഒരു 6 7 കൊച്ചങ്ങ മതിയാവും. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. നല്ല ഫ്രഷ് കൊച്ചങ്ങ കിട്ടുകയാണെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. കാരണം ഇതിൻ്റെ കറയാണ് നമ്മൾ ഈ ഡൈ തയ്യാറാക്കാനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലുള്ള ആ ഒരു ഭാഗം നമുക്ക് കളഞ്ഞതിന് ശേഷം ഇതൊന്ന് ഒരു 2 4 കഷ്ണമായിട്ട് നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് തയ്യാറാക്കുന്നത് മൺചട്ടിയിലാണ്, ഇരുമ്പ് ചട്ടിയിലൊന്നുമല്ല ഞാൻ തയ്യാറാക്കുന്നത്, മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. അപ്പം നമുക്കിതൊന്ന് 4 കഷ്ണമായിട്ടൊന്ന് ചെറുതായിട്ട് 4 കഷ്ണം ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഇപ്പോൾ നമുക്കൊരു 4 മുറിച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിക്കണം. തിളപ്പിച്ചിട്ട് ഇതിപ്പോൾ ഞാൻ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഈ 1 ഗ്ലാസ് വെള്ളം നമുക്ക് 1 സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂണാക്കി വറ്റിച്ചെടുക്കണം. കാരണം ഇത് ഈ കൊച്ചങ്ങയിലുള്ള കറ മുഴുവനും ഇറങ്ങണം. എങ്കിലാണ് ഇതിൻ്റെ ആ ഒരു കറ മുഴുവനായിട്ട് നമുക്ക് കിട്ടുക. ഇപ്പം നമ്മുടെ കൊച്ചങ്ങയെല്ലാം നന്നായിട്ട് തിളച്ച് വറ്റട്ടെ. ഇനി നമുക്കൊരു 2-3 കാര്യങ്ങളും കൂടെ ചെയ്യാനുണ്ട്. ഒരു ചെറിയ പഴയ നോൺ സ്റ്റിക്കിലേക്ക് ഞാനൊരു 2 സ്പൂൺ ഉലുവ ചേർത്ത് ഒന്ന് കരിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് കരിച്ചെടുക്കരുത് കേട്ടോ. പലർക്കും ഉള്ളൊരു സംശയം ഒരുപാട് കരിച്ചെടുത്ത് കഴിഞ്ഞാൽ നന്നായിരിക്കുന്നതാണ്. പക്ഷേ അത് തെറ്റാണ്. ഒരുപാട് നമ്മൾ കരിച്ചെടുക്കുമ്പോൾ അത് ചിലപ്പോൾ ചാരമായി പോകാനുള്ള ചാൻസ് ഉണ്ട്. ഒരുപാട് കരിയരുത്, എങ്കിലും അത് നന്നായിട്ട് കരിച്ചെടുക്കണം. അതുപോലെ തന്നെ ഞാനിതിലേക്ക് 1 സ്പൂൺ കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കരിഞ്ജീരകവും നിങ്ങൾ കരിച്ചെടുത്താൽ മാത്രം മതി. ഒരുപാട് കരിച്ചെടുക്കരുത്. ഒരുപാട് കരിച്ചെടുക്കുമ്പോൾ അതിൻ്റെ ഗുണം നഷ്ടപ്പെടും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കരിഞ്ജീരകത്തിന് നല്ല വശങ്ങളും ദോഷവശങ്ങളും ഉണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഗർഭിണികൾ, അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർ, സർജറി കഴിഞ്ഞവരൊക്കെ ഈ കരിഞ്ജീരകം ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ കരിച്ചെടുത്ത ഉലുവയും കരിഞ്ജീരകം നമുക്കൊരു പാത്രത്തിലേക്ക് തണുക്കാനായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം. നമ്മുടെ കൊച്ചങ്ങ എന്തായി നോക്കാം. പകുതിയായിട്ടേ ഉള്ളൂ, ഇനിയുണ്ട്. അപ്പം ഞാനിതെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത്. ഇനി നമുക്ക് 1 സ്പൂൺ കടുക് കൂടി ഇതിലേക്ക് വറുത്തെടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരുപാടൊന്നും ചേർക്കുന്നില്ല, കാരണം ഈ കൊച്ചങ്ങയുടെ കറ തന്നെ മതി നമുക്ക്. ഇപ്പം ഈ തയ്യാറാക്കുന്ന കൂട്ട് ഡൈ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, മുടി ഉള്ളുണ്ടാകാനും താരൻ, മുടി കൊഴിച്ചിൽ ഇങ്ങനെയുള്ളതെല്ലാം മാറി നന്നായിട്ട് തന്നെ മുടി ഉണ്ടാവും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. മുടിയില്ലാത്തവരൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നന്നായിട്ട് തന്നെ ഫലം കിട്ടുന്ന ഒന്നാണ്. നന്നായിട്ട് തന്നെ മുടിയുടെ ഉള്ളുണ്ടാവും. അപ്പോൾ ഇതുകൂടി നമുക്കിതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കുറേശ്ശെ കരിച്ചെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് കുറച്ച് 2 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയും നമുക്കിതുപോലെ തന്നെ കരിച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി നല്ലതുപോലെ തന്നെ കരിച്ചെടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ ഈ കരിച്ചെടുക്കുന്നത് പോലെ തന്നെ നിങ്ങൾ കരിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക. കാരണം മുടി ആയതുകൊണ്ട് തന്നെ മുടിയിൽ ഇതുപോലുള്ള നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഡൈകളൊക്കെ ചെയ്യുമ്പോൾ അത് സമയമെടുക്കും പിടിക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ അതുപോലെ വല്ല കെമിക്കൽ എന്തെങ്കിലുമൊക്കെ ചേർത്താൽ പെട്ടെന്ന് പിടിക്കും. പക്ഷേ നമ്മളിത് നാച്ചുറലായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത് കറക്റ്റ് പരുവമാകണമെന്ന് പറയുന്നത്. മഞ്ഞളും നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ കൊച്ചങ്ങയൊക്കെ എന്തായി നോക്കാം. അപ്പോൾ ഇതാ കൊച്ചങ്ങയിലുള്ള കറയെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ ചട്ടിയുടെ ചൂടിൽ തന്നെ ഇതൊന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റി വരും. ആ കറയാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് നരച്ച മുടി, അത് പ്രായമുള്ളവർക്കാണേലും അത് ഹെയറിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെയൊക്കെ സമയമെടുത്ത് ചെയ്യുന്നത്. അത് നിങ്ങളെപ്പോഴും ശ്രദ്ധിക്കുക. ഇതുപോലെയൊക്കെ കറക്റ്റ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഹെയറിൽ ശരിക്കും പിടിക്കുകയുള്ളൂ. പെട്ടെന്നൊക്കെ കറക്റ്റ് പാകം അല്ലാതെ വരുമ്പോഴാണ് നമ്മൾ തേക്കുന്നതും ഹെയറിൽ പിടിക്കാത്തത്. അപ്പം നമ്മൾ ചെയ്യുന്നതെല്ലാം ഹെയറിൽ പിടിക്കുന്നതാണ് ഞാൻ ഈ ചെയ്യുന്ന എല്ലാ ടിപ്സുകളും. അതുപോലെ തന്നെ ഞാൻ ഈ ചെമ്പരത്തിപ്പൂവ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ 1 ഗ്ലാസ് വെള്ളത്തിൽ നമ്മളിത് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുകയാണ്. 1 സ്പൂൺ പരുവത്തിന് നമുക്കാക്കിയെടുക്കണം. അപ്പോൾ നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടോ, വറ്റിച്ചെടുക്കുക. 1 സ്പൂണേ ആകാവുള്ളൂ ഇതിൻ്റെ നീര്. അപ്പോൾ ഇതാ കളറെല്ലാം മാറി വരുന്നുണ്ട്. നല്ല ബ്ലാക്ക് കളറായിട്ട് വരും. അപ്പോൾ ഇതുകൂടി ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കാം. നിങ്ങൾക്ക് ഉപകാരം അല്ലാത്ത കാര്യമല്ല കേട്ടോ, നമ്മൾ ഇത്രയും സമയം എടുത്ത് നമ്മൾ ചെയ്യുന്നത് ഉപകാരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് തന്നെയാണ്.
അപ്പം നമുക്കിനി നമ്മുടെ കൊച്ചങ്ങയുടെ കറ നമുക്കൊരു പാത്രത്തിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്താ തണുത്ത് ഒരു ചെറിയ ചൂടുണ്ട്, ആ ചെറിയ ചൂടോട് കൊടുത്താൽ ഇത്രയായിട്ട് ഒരു ഗ്ലാസ്സിൽ നമ്മൾ ഒഴിച്ചതാണ്. അപ്പോൾ ഇത്രയാക്കി നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ മുടി സമൃദ്ധമായിട്ട് ഒരുപാട് വളരാനായിട്ട് ഈ കൊച്ചങ്ങയുടെ കറയും കരിഞ്ജീരകത്തിൻ്റെ എണ്ണയും കൂടെ മിക്സാക്കി മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ മുടിയില്ലാത്തവർക്കൊക്കെ നന്നായിട്ട് ഉള്ളോടുകൂടി നന്നായിട്ട് മുടി ഉണ്ടാവുകയും ചെയ്യും. മുടി പൊട്ടലെല്ലാം മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടും. അപ്പോൾ നമ്മുടെ ചെമ്പരത്തി തിളപ്പിച്ച് വറ്റിച്ചെടുത്തതും അതും ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പം ഞാൻ ആദ്യമേ തന്നെ നമ്മുടെ പൊടികളെല്ലാം ഒന്ന് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതായത് കരിഞ്ജീരകം, ഉലുവാപ്പൊടി, കടുക്, കറിവേപ്പില ഇതെല്ലാം കൂടി നമ്മൾ പൊടിച്ചെടുത്തതാണിത്. ഇതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്യേണ്ടത്, സമയം എടുക്കുമെന്ന് വിചാരിച്ച് നിങ്ങളിതൊന്നും ചെയ്യാതിരിക്കരുത്. കാരണം ഇത് നല്ല ഇഫക്റ്റ് കിട്ടുന്നതാണ് കേട്ടോ. നമ്മുടെ മുടി ഡൈകളെല്ലാം നമ്മുടെ ഹെയറിൽ പിടിക്കുന്നത് തന്നെയാണ്. അത് എത്ര നാൾ കഴിഞ്ഞാലും അതിനൊരു കളർ വ്യത്യാസം ഒന്നും വരില്ല. കാരണം നമ്മുടെ നെറ്റിയുടെ അവിടെയൊക്കെ ഇങ്ങനെ വെളുത്ത് വരുന്നത് എന്താണെന്ന് വെച്ചാൽ അത് പുതിയതായിട്ട് വരുന്ന ഹെയറുകളാണ്. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ചെറുപ്പക്കാരായിരിക്കണം, അവർക്ക് കുഴപ്പമില്ല. പക്ഷേ നമുക്കൊരു 10-40 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ വരുന്ന നരച്ച മുടി അത് വീണ്ടും വീണ്ടും അത് സ്കാൾപ്പിൽ നിന്ന് വളർന്നു വരുന്നതാണ്. അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനൊരു മരുന്ന് ഇതുവരെ ആരും കണ്ടുപിടിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അത് വന്നുകൊണ്ടേയിരിക്കും. പക്ഷേ നമ്മൾ ചെയ്യുന്ന ആ ഒരു ഹെയറിലെ നരച്ച മുടി അത് തീർച്ചയായിട്ടും അത് കറുപ്പാകുകയും ചെയ്യും. അതിന് കളർ വ്യത്യാസമോ അല്ലെങ്കിൽ അത് വീണ്ടും ഒന്നും അതിനൊരു ചേഞ്ച് വരുന്നില്ല. ഇനി നമ്മൾ ഈ പൊടിയിലേക്ക് ചേർക്കുന്നത് നമ്മുടെ കൊച്ചങ്ങ വറ്റിച്ചെടുത്ത ആ ഒരു കറയാണ്. അത് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ ചെമ്പരത്തിയുടെ ഇലയെല്ലാം കൂടെ തിളപ്പിച്ച് അതിൻ്റെ നീരും കൂടെ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ ചേർത്ത് കൊടുക്കുക. അതാ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു ഗ്ലാസ് വെള്ളത്തിൽ നമ്മൾ വറ്റിച്ചെടുത്തതാണിത്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആ ഒരു പാകം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ നമ്മൾ എടുത്ത് സൂക്ഷിച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നെറ്റിയുടെ സൈഡിലൊക്കെ പുതിയ ഹെയർ വരുമ്പോൾ നെറ്റിയുടെ സൈഡിലൊക്കെ നമുക്കിതുപോലെ തേച്ച് കൊടുക്കാം. കൂടെ നമ്മുടെ ബ്ലാക്ക് ഹെന്ന മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് നേരത്തെ ചെയ്ത് വെക്കരുത്. ഈ കൂട്ടെല്ലാം നമ്മൾ ചെയ്ത് വെച്ചതിന് ശേഷം സ്റ്റോർ ചെയ്ത് വയ്ക്കുക ഒരു ബോട്ടിലിൽ. എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഇതുപോലെ നമ്മളെല്ലാം കൂടി ഒന്ന് ചാലിച്ച് ബ്ലാക്ക് ഹെന്നയും കൂടെ കുറച്ചിട്ടിട്ട് തേച്ച് കൊടുത്താൽ മതി. വേറെ കുഴപ്പമൊന്നും വരില്ല. നിങ്ങൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഹെയറിലൊന്നും ഒരു ചേഞ്ചസും വരില്ല. അത് കറുപ്പായിട്ട് തന്നെ നിൽക്കും. വേറൊരു കാര്യം ഞാൻ പറയുന്നത്, ഇതിലൊരിക്കലും നമ്മൾ എണ്ണ ചേർക്കുന്നില്ല കേട്ടോ. എണ്ണ ചേർക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. കാരണം എണ്ണ ചേർത്ത് കഴിഞ്ഞാൽ ഹെയറിൽ പിടിക്കാൻ താമസം എടുക്കും. ഹെയറിൽ എണ്ണയുടെ ഒരു അംശം പോലും നമ്മൾ ഉണ്ടാവാൻ പാടില്ല. അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ ഹെയറിലുള്ള എണ്ണയെല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഡൈ തേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എണ്ണ തേച്ചിട്ട് ചെയ്താൽ പോരെ. എണ്ണ ഒരിക്കലും ഇതിലേക്ക് ഒഴിക്കേണ്ട ആവശ്യമില്ല എന്നാണ് ഞാൻ പറയുള്ളൂ. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. പിന്നെ പലരും പല രൂപത്തിലാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് അവർക്കേ അറിയുള്ളൂ, നമുക്കറിയത്തില്ല. ഇനി ലാസ്റ്റായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബ്ലാക്ക് ഹെന്നയാണ്. ഞാനിവിടെ 2 സ്പൂൺ ബ്ലാക്ക് ഹെന്ന എടുത്തിട്ടുണ്ട്. ഇത് നല്ല പോലെ തന്നെ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഇതുപോലെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഹെയർ ഡൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി ഹെയറൊക്കെ നന്നായിട്ട് ഉണക്കി ഓയിലൊക്കെ നന്നായിട്ട് കളഞ്ഞതിന് ശേഷം നമ്മൾ ഹെയറിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ കാണിക്കാം ഇത്. അപ്പോൾ ഈ മുടിയിൽ ശരിക്കും നരയുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. അപ്പം ഞാനിത് നേരിട്ട് തന്നെ ഇതിൽ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾ 1-2 മണിക്കൂർ നിങ്ങൾ തലയിലിട്ടാലും നിങ്ങൾക്ക് യാതൊരുവിധ കുഴപ്പവും ഉണ്ടാകില്ല. കാരണം ഇത് നാച്ചുറൽ ആയതാണ്. യാതൊരുവിധ പാർശ്വഫലങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നമ്മൾ എത്രയും നേരം നമ്മൾ തലയിൽ ഇത് വെക്കുന്നോ അത്രയും നല്ലതാണ് കേട്ടോ. ഇതിൽ വേറെ കെമിക്കലോ അങ്ങനെയുള്ളതൊന്നും ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്കിത് യൂസ് ചെയ്യാം. ഇതിൽ താരൻ പോകും, മുടി കൊഴിച്ചിൽ മാറും, മുടി നന്നായിട്ട് വളരും. ഇതിപ്പോൾ ശരിക്കും 1 മാസം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്ത്, ഇത് ഡൈ ചെയ്യാൻ മാത്രമല്ല ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ മുടി ഇല്ലാത്തവർക്ക് നന്നായിട്ട് മുടിയായിട്ട് വളരും കേട്ടോ. തലയിൽ
പുതിയ മുടികൾ വളരുമെന്നുള്ളതാണ്. പിന്നെ ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഈ തേക്കുന്ന ഡൈയുടെ കളറ് ഒരിക്കലും മാറുന്നില്ല. പുതിയ ഹെയർ വരുമ്പോൾ അതാണ് വെളുത്തിരിക്കുന്നത്. നമ്മുടെ നെറ്റിയുടെ ഈ സൈഡിലൊക്കെ കണ്ടോ, അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ വളരുന്നതിനനുസരിച്ച് ഗ്രേ അവിടെ വരുമ്പോൾ ഇതുപോലെ നമുക്ക് കുറച്ച് ഈ പറയുന്ന വെള്ളം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. അതിന് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ മതി. ഇടയ്ക്ക് നമുക്ക് ഈ ഗ്രോ വരുന്ന ആ ഹെയറിൽ നമുക്ക് തേച്ചതുപോലെ പൊടികളിട്ട് ചാലിച്ച് തേച്ച് കൊടുത്താൽ മാത്രം മതി. വേറെ ഒരു കുഴപ്പമില്ല. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്കിത് ചെയ്ത് നോക്കാവുന്നതാണ്. കുറച്ച് സമയം എടുക്കും, അതൊന്നും കുഴപ്പമില്ല. നമ്മുടെ ഹെയറിൽ പിടിക്കാൻ വേണ്ടിയിട്ടല്ലേ. അല്ലാതെ നമ്മൾ ഈ കെമിക്കലായതൊക്കെ തലയിൽ തേച്ചിട്ട് ഉള്ള മുടിയും പോയി വേറെ വല്ല അസുഖങ്ങളൊക്കെ വരുന്നതിലും ഏറ്റവും നല്ലത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ്. അപ്പോൾ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ കേട്ടോ. ചെയ്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് ഫലം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ റിപ്ലൈ അറിയിക്കുക. പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ ഷാമ്പൂ ഇട്ട് കഴുകാവുള്ളൂ. അല്ലാതെ നിങ്ങൾ നോർമലായിട്ട് വാഷ് ചെയ്താൽ മതി. 3 ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഏത് ഷാമ്പൂ ഇട്ട് വേണമെങ്കിലും തല കഴുകിയെടുക്കാവുന്നതാണ്. 1 മണിക്കൂറാണ് ഞാൻ എൻ്റെ തലയിൽ ഇത് വെച്ചിരുന്നത്. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ വാഷ് ചെയ്തത്. അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ അറിയിക്കുക. ഞാനിത് വാഷ് ചെയ്തതിന് ശേഷം എൻ്റെ മുടിയുടെ ആ ഒരു വ്യത്യാസം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? മുടിക്ക് നല്ല തിളക്കമുണ്ട്, അതുപോലെ തന്നെ നല്ല സ്മൂത്തായിട്ടും കിടക്കുന്നുണ്ട് ഹെയർ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.